ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇപ്രകാരം ഓർപ്പിക്കുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സുരക്ഷിതത്വത്തെ ഉറപ്പാക്കുന്ന ദൈവവചനം. നമ്മളൊന്ന് ചിന്തിക്കുന്നത്, ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സെക്യൂരിറ്റി അഥവാ ആ ദൈവപൈതലിൻ്റെ സുരക്ഷിതത്വം എത്രത്തോളം എന്നുള്ളതിനെക്കുറിച്ചാണ്. പലപ്പോഴും തിരുവചനത്തിനകത്ത് നമുക്ക് ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒത്തിരി പ്രിവിലേജുകളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിക്കാറ് പോലുമില്ല. എന്നാൽ എന്തൊക്കെയാണ് ഈ തിരുവചനത്തിൽ നമുക്ക് ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിലുള്ള പ്രിവിലേജുകൾ? അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സുരക്ഷിതത്വം. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ തകർച്ചകളോ ആപത്തോ വേദനകളോ രോഗമോ മരണമോ അങ്ങനെ യാതൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ സുരക്ഷിതത്വ ബോധം, അതൊരു ദൈവപൈതലിനെ ഭരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വാസ്തവത്തിൽ പഴയ നിയമത്തിലുള്ള ഭക്തന്മാർക്കെല്ലാവർക്കും ഈ സുരക്ഷിതത്വ ബോധം ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അന്ന് അപ്പോസ്തലന്മാർക്കും അതുണ്ടായിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായ നമ്മുടെ മേൽ അത് തുലോം കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചുരുക്കം മിനിറ്റുകളിൽ ആ സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ സെക്യൂരിറ്റിയെക്കുറിച്ചും അതിനെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഒരു അവബോധത്തെക്കുറിച്ചും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഭൂരിപക്ഷം ദൈവമക്കളും ഇത്തരം കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലാത്തവരാണ്. അവരൊരു അരക്ഷിതത്വ മനോഭാവത്തോടു കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. സ്തോത്രം. ഈ വാക്യം എത്രത്തോളം മനോഹരമാണ്. നിങ്ങൾ നോക്കിയേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും. ദൈവം നമ്മുടെ ബലമാകും എന്ന് പറഞ്ഞാൽ ഇനിയും നമ്മുടെ ബലത്തെ ദുർബലമാക്കുവാൻ ദൈവത്തെക്കാൾ വലിയ ഒരുവൻ വേണ്ടിവരും. അങ്ങനെ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബലമുള്ളവരാണ്. എനിക്കെതിരെ ബലത്തോടെ നിൽക്കാൻ വേറെ ആർക്കും കഴിയാത്തത് വണ്ണം ദൈവം എൻ്റെ ബലമാണ്. ദൈവം എൻ്റെ സങ്കേതമാണ്. സങ്കേതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ആർക്കും ഓടി വന്ന് എന്നെ ആക്രമിക്കുവാൻ കഴിയാത്ത, എന്നെ പിടിച്ചെടുക്കുവാൻ കഴിയാത്ത നിലയിൽ, ആരുടെയും കൈ അങ്ങോട്ട് നീളാത്തതുപോലെ, ആരുടെയും കണ്ണുകൾ അങ്ങോട്ട് എത്തപ്പെടാത്തതുപോലെ ദൈവം എൻ്റെ സങ്കേതമാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഏറ്റവും അടുത്ത തുണ. അതിൻ്റെ അർത്ഥം എൻ്റെ കഷ്ടങ്ങളിൽ എൻ്റെ തുണയായി കൂടെ നിൽക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ തൻ്റെ കഷ്ടമായിട്ട് തൻ്റെ ഭാരമായിട്ട് അതിനെ ഏറ്റെടുത്ത് അതിനെ കൈകാര്യം ചെയ്യുന്നവനാണ്. ഈ ഒരു കോൺഫിഡൻസ് സങ്കീർത്തകൻ ഇത് ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് തിരിഞ്ഞു ചിന്തിക്കാം. കാരണം ഒരു സംഭവ ബഹുലമായ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നിരന്തരം നാം കേൾക്കുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിലുള്ള അരക്ഷിതത്വ മനോഭാവത്തെ ജ്വലിപ്പിക്കുന്നതിനെ വളർത്തുന്ന വാർത്തകൾ മാത്രമാണ്. പക്ഷെ ഇതിന് നടുവിൽ വീണ്ടെടുക്കപ്പെടുവാനുള്ള ദൈവപൈതലിനോട് ദൈവത്തിന് പറവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: നീ സുരക്ഷിതനാണ്. ആമേൻ. അപ്പൊ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള ആ തിരിച്ചറിവ്, നാം അതിൽ നിലനിൽപ്പാൻ ദൈവം ആഗ്രഹിക്കും. വചനത്തിൽ നമ്മെ ഓർപ്പിക്കാറുണ്ട്, പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമുക്ക് പലപ്പോഴും തിരുവെഴുത്തുകളുടെ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട്
വചനത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പല പ്രിവിലേജുകളും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകതയാണിത് കേട്ടോ. നമ്മൾ ഈ ദൈവവചനത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്നാൽ നാം അത് തിരിച്ചറിയുന്നെങ്കിൽ നമുക്ക് യഥേഷ്ടം അനുഭവിക്കാൻ കഴിയും. ഇവിടെ വചനം പറഞ്ഞ ദൈവം നമ്മുടെ സങ്കേതമാണ്. നിങ്ങൾ കണ്ടോ ഈ നമ്മുടെ ഭക്തന്മാരായ പിതാക്കന്മാരെ ദൈവം നടത്തിയത്? അബ്രഹാമിൻ്റെ ഒക്കെ അടുക്കൽ വന്ന് ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയമാണ്. സ്തോത്രം. ഞാൻ നിന്റെ പരിചയമാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. അബ്രഹാം ഒക്കെ നിർഭയനായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നു. കാരണം ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ്. ഇസഹാക്കും അങ്ങനെ തന്നെ ആയിരുന്നു, യാക്കോബും അങ്ങനെ തന്നെ ആയിരുന്നു, ദാവീദ് അങ്ങനെയായിരുന്നു, ഏലിയാവും എലിശയും ഒക്കെ അങ്ങനെയായിരുന്നു. കണ്ടില്ലേ, എലിശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വലിയ പടക്കൂട്ട്, അരാമ്യ പടക്കൂട്ട് അവനെ മാത്രം പിടിക്കാൻ ചെല്ലുമ്പോൾ ഒരൊറ്റ എലിശയെ പിടിക്കാനാണ് വലിയ ഒരു ബറ്റാലിയൻ അവനെതിരെ ചെല്ലുന്നത്. പക്ഷെ അദ്ദേഹം ഭയപ്പെടുന്നില്ല. കാരണം തൻ്റെ ഭക്തന്മാരുടെ കൂടാരത്തിന് ചുറ്റും ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്ന ആ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ട്. നാം പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വീണ്ടും വീണ്ടും നമ്മോട് പറയാൻ ദൈവം ആഗ്രഹിക്കുക. വാസ്തവത്തിൽ അതിരാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥനാ മുറികളിൽ ഇരുന്നിട്ട് നമ്മൾ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ദൈവം തിരിച്ചെന്താണ് പറയുന്നത് എന്ന് കേൾക്കാതെ നമ്മൾ എഴുന്നേറ്റ് പോകുന്നവരാ. പക്ഷെ നമ്മൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ ഒരു ദിവസത്തെക്കുറിച്ച് നമ്മോട് ദൈവത്തിന് പറയാനുള്ളത്, ഈ ദിവസം നീ സുരക്ഷിതനാണ്. ഇനി എന്തെല്ലാം പൈശാചികമായ പദ്ധതികൾ നിനക്ക് നേരെയുണ്ടോ, മാനുഷികമായ കെണികൾ നിനക്ക് നേരെയുണ്ടോ, അതിലൊന്നും നീ പെടുകയില്ല. അവയിൽ ഒന്നുപോലും നിനക്കെതിരെ ഫലിക്കത്തില്ല. കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മോട് ഞാൻ കൂടെയുണ്ട്, ഭ്രമിക്കണ്ട, നിന്റെ മുമ്പിലുള്ളത് ഭാരപ്പെടണ്ട, സ്വസ്ഥമായിട്ടിരുന്നോ, ഞാൻ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ നമ്മോട് പറയുന്നതാണ് ദൈവശബ്ദം. അപ്പൊ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീയമായിട്ട് നാം സുരക്ഷിതരാണ്. ഹല്ലേലൂയ. ബൈബിളിലെ ഏറ്റവും സന്തോഷം തരുന്നൊരു വാക്യമാണ് മുമ്പ് നമ്മൾ കേട്ടത്. തൻ്റെ ഭക്തന്മാരുടെ കൂടാരത്തിന് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്ന ദൈവം. ഇത്ര മനോഹരമായ വാക്യമാണ്. ഹല്ലേലൂയ. ദാവീദ് ഈ സംരക്ഷണമൊക്കെ അനുഭവിച്ചതിന് ശേഷം ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ല. വാസ്തവത്തിൽ ദാവീദ് ഒരു പാട്ടുകാരനല്ലായിരുന്നു. ഒന്നുകൂടി പറഞ്ഞ, പാട്ടെഴുതുന്നവനല്ലായിരുന്നു. ഇസ്രായേലിൻ്റെ മധുര ഗായകനാണ്, എന്നാൽ അദ്ദേഹം ഒരു കവിയല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഗാനങ്ങൾ രചിക്കുവാൻ പ്രേരിപ്പിച്ചതുപോലും ഈ ദൈവവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലിനകത്ത് കരകവിഞ്ഞൊഴുകുന്ന ദൈവിക കരുതലുകളും തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയ ധാരയുമൊക്കെ മനസ്സിലാക്കിയപ്പോൾ താൻ അറിയാതെ എഴുതിയതാണ്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളത് മറന്നു പോകരുത്. നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറഞ്ഞവരാ. നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. നാം പരിശുദ്ധാത്മാവിനാൽ മുദ്രകുത്തപ്പെട്ടവർ. പിശാചിനാകട്ടെ മനുഷ്യനാകട്ടെ നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയാത്തതുപോലെ നാം ദൈവിക പദ്ധതികൾക്കകത്ത് സുരക്ഷിതരാണ്. ഇതാണ് നാം തിരിച്ചറിയേണ്ടുന്ന വലിയൊരു യാഥാർത്ഥ്യം. പഴയ നിയമത്തിൽ പല വിശ്വാസവീരന്മാരെയും കാണുമ്പോൾ പുതിയ നിയമത്തിൽ നിങ്ങൾ കണ്ടോ ഒരു പത്രോസിനെ? ഹെരോദാവ് തന്നെ കൊല്ലേണ്ടതിന് ജനത്തിന് മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിച്ച ആ ദിവസത്തിൻ്റെ തലേന്ന് വളരെ ശാന്തനായി പടയാളികൾക്ക് നടുവിൽ ഉറങ്ങുന്ന പത്രോസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത്?
അദ്ദേഹത്തിനറിയാം, നാളെ ഹെരോദാവെന്നല്ല മറ്റേത് രാജാവ് എനിക്കെതിരെ തിരിഞ്ഞാലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഞാൻ സുരക്ഷിതനാണ്. ആമേൻ. പിറ്റേന്നാൾ കൊല്ലപ്പെടേണ്ട ഒരുവൻ തലേനാൾ ഉറങ്ങത്തില്ല. പക്ഷെ അദ്ദേഹം ഉറങ്ങുകയാണ്. പത്രോസ് ഇങ്ങനെ ശാന്തമായി ഉറങ്ങുമ്പോഴും അതിൻ്റെ തലേ ആഴ്ചകളിലാണ് യാക്കോബിനെ കൊന്നത്. സെബദി മക്കളിൽ ഒരുവനെ. അത് യഹൂദന്മാർക്ക് പ്രസാദമായതുകൊണ്ടാണ് പത്രോസിനെയും പിടികൂടിയത്. അപ്പം തീർച്ചയായിട്ടും മരണം ഉറപ്പാണ് മാനുഷികമായി. പക്ഷെ പത്രോസ് അതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. പത്രോസ് അതിനെ വിശ്വസിക്കുന്നില്ല. ഹെരോദാവ് പ്ലാൻ ഇടുന്നതോ ദേശത്ത് ആരൊക്കെ എതിരിടുന്നോ ഇതൊന്നും പത്രോസിനൊരു വിഷയമല്ല. കാരണം അദ്ദേഹം മുറുകെ പിടിക്കുന്ന ഏക കാര്യമാണ് യേശു കർത്താവ് തന്നോട് പറഞ്ഞ ഒരു ദൂത്. അതിപ്രകാരമാണ്, നീ വയസ്സനാകും, അതിനുശേഷം മറ്റൊരുത്തൻ നിന്റെ അരമുറുക്കി നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ട്. ഇദ്ദേഹം ഒരു ദൂതിൽ മാത്രമാണ് പിടിക്കുന്നത്, ഒരു പ്രവചന ശബ്ദത്തിൽ മാത്രമാണ് പിടിക്കുന്നത്. അതിനെ മാത്രം മുറുകെ പിടിക്കുക. തന്നോട് അരുളി ചെയ്തതല്ലാതെ മറ്റൊന്നും സംഭവിക്കയില്ല എന്നുള്ള വലിയ തിരിച്ചറിവാണ്. ആമേൻ. ഇവണ്ണം തന്നെ മെലിത്തയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ പൗലോസ് ഉണ്ടായിരുന്ന കപ്പലിൽ താൻ ഇപ്രകാരം കപ്പലിലുള്ളവരോട്, ആ മാലുമിയോട് ഒക്കെ പറയുകയാണ്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ എന്നോട് ഇടപെട്ടു. അതുകൊണ്ട് എന്നോട് സംസാരിച്ചത് മാത്രം സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് സംസാരിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു മാതൃകയാണ്. ദൈവം അരുളി ചെയ്തതല്ലാതെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്നുള്ളൊരു തിരിച്ചറിവ്. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. എന്താ നമ്മുടെ ഏറ്റവും വലിയ സമാധാനം? നമ്മുടെ ഏറ്റവും വലിയ സമാധാനം എന്ന് പറഞ്ഞാൽ, ദൈവം അനുവദിക്കാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. 2, എനിക്ക് ദോഷമാകുന്ന ഒരു കാര്യവും എൻ്റെ ദൈവം അനുവദിക്കത്തുമില്ല. പ്രൈസ് ഗോഡ്. ശാരീരികമായോ മാനസികമായോ ആത്മീയമായോ ഭൗതികമായോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദോഷം വരത്തക്ക നിലയിലുള്ള ഒന്നും തന്നെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇതൊരു വലിയ ഉറപ്പാണ്. പ്രൈസ് ഗോഡ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 6 കഷ്ടങ്ങളിൽ നിന്ന് യഹോവ നിന്നെ വിടുവിക്കും. അവിടെ ആ കഷ്ടങ്ങളുടെ പട്ടിക നിരത്തിയിട്ടുണ്ട്. ഇപ്രകാരം ഓർപ്പിക്കുന്നു, യുദ്ധത്തിൽ വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് നീ സുരക്ഷിതനായിരിക്കും. ആമേൻ. യുദ്ധത്തിൽ വാളിൻ്റെ വായ്ത്തലയിൽ നീ സുരക്ഷിതനായിരിക്കും. മാത്രമല്ല, നിനക്കെതിരെ ആരും ആരോപണങ്ങൾ പറയുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനായിരിക്കും. വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ജനത്തിൻ്റെ ആരവാരങ്ങൾക്ക് അകത്തു നിന്നുമൊക്കെ ദൈവം തൻ്റെ ഭൃത്യനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. ഒരു ദൈവിക പരിരക്ഷയാണ്. വീണ്ടും അവിടെ പ്രകാരം പറയുന്നു, ഇവയെല്ലാം കടന്നുപോയതിന് ശേഷം, 7 തിന്മകളും കടന്നുപോയതിന് ശേഷം, ക്ഷാമം ഉൾപ്പെടെയുള്ള മഹാമാരി ഉൾപ്പെടെയുള്ള സകല പ്രശ്നങ്ങളും കടന്നുപോയതിന് ശേഷം നീ ഒരു കാര്യം തിരിച്ചറിയും, നിന്റെ കൂടാരത്തിനെ ഇത് ബാധിച്ചില്ല. ഇക്കാര്യം തന്നെയാണ് 91-ാം സങ്കീർത്തനത്തിൽ മോശ ദൈവസന്നിധാനത്തിൽ പറയുന്നത്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല.
ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കും. ഒരു ബാധ പോലും നിന്റെ കൂടാരത്തിനടുക്കത്തിൽ. അവിടെ ഇപ്രകാരം പറയുന്നു, ആമേൻ, നീ ഇടത്തോട്ട് നോക്കിയാൽ ആ ഇടത്തുഭാഗത്ത് 1000 ഈ ബാധ നിമിത്തം മരിച്ചുപോയി. നിന്റെ വലതുഭാഗത്ത് നിന്ന് നോക്കിയാൽ അവിടെ 10,000 പേര് മരിച്ചുപോയി. പക്ഷെ ആ ബാധയ്ക്ക് നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്നോട് അടുത്തു വരാൻ പോലും കഴിയത്തില്ല. കാരണം നീ സുരക്ഷിതനാണ്. സ്തോത്രം. ആമേൻ. അപ്പൊ ഒന്നും നിനക്കെതിരെ വരത്തില്ല. 2, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൂതനോടല്ല, ദൂതന്മാരോട്. സ്തോത്രം. എൻ്റെ വഴികളിൽ ഞാൻ സുരക്ഷിതനാണ്. എൻ്റെ വഴികളിൽ ഞാൻ സുരക്ഷിതനാണ്. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചോളും. എൻ്റെ വഴികൾ മാത്രമല്ല സുരക്ഷിതമായിരിക്കുന്നത്, എൻ്റെ കാൽപാദങ്ങളെ സുരക്ഷിതമാക്കുന്ന ദൈവം. സ്തോത്രം. തട്ടി വീഴാൻ ഒരിക്കലും ഇടയാകാത്തവണ്ണം എന്നെ വിടുവിക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഈ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ നമ്മോടുള്ള ആ പരിരക്ഷയെക്കുറിച്ച് നാം ധ്യാനിക്കണം. നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. നാം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. കാരണം എത്ര വാത്സല്യത്തോടെയും എത്ര സ്നേഹത്തോടെയുമാണ് ദൈവം നമ്മെ കരുതുന്നത്. സ്തോത്രം. സോ ഇവിടെ ഇന്ന് നമ്മോട് പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, നാം സുരക്ഷിതരാണ്. അതെ, നാം സുരക്ഷിതരാണ്. അത് ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും ഭൗമികമായും ഏത് കാര്യങ്ങളിലും നാം സുരക്ഷിതരാകുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. ഇനിയും ഇസ്രായേലിനോടൊക്കെയുള്ള ബന്ധത്തിൽ ദൂതനെ അയച്ചു വിടുവിക്കുക മാത്രമല്ല ചെയ്യുന്നത്. കർത്താവ് അവരോട് പ്രോമിസ് ചെയ്യുകയാണ്, വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. ഈ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് എന്താണെന്നറിയുമോ കർത്താവ് പറയുന്നത്? ഇസ്രായേലിനോട് ദൈവം ഞാൻ നിന്നെ കൈവിടുകയും ഇല്ല ഉപേക്ഷിക്കുകയില്ലെന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയാ. കൈ കൊടുത്ത് ആരും കൈവിട്ടു പോകത്തക്ക നിലയിലാണ് ഇസ്രായേൽ പെരുമാറാറുള്ളത്. നമ്മൾ ഈ സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോഴും പുറപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ ഇസ്രായേൽ ചരിത്രം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ദൈവത്തെ അങ്ങ് വിട്ടു പിരിയാൻ വളരെ ആഗ്രഹിക്കുന്നൊരു ജനം, അടിക്കടി തെറ്റുകൾ ചെയ്യുന്നൊരു ജനം, എത്ര ദൈവപ്രവൃത്തി കണ്ടാലും മത്സരിക്കുന്നൊരു ജനം, എത്ര ഡിവൈൻ പ്രൊവിഷനുകൾ കണ്ടാലും വീണ്ടും മത്സരിക്കുന്ന പിറുപിറുക്കുന്നൊരു ജനം. അപ്പൊ ആ ജനത്തോട് കൂടെ കൂടെ ദൈവം പറയുകയാണ്, ഇല്ല, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തുമില്ല. കാരണം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് നീ ആരാണെന്നുള്ള വെളിച്ചത്തിലല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. നിങ്ങൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ, ഈ ദൈവദിന ഭാഗങ്ങൾ കേൾക്കും, മറന്നു പോകരുത്, നിങ്ങൾ ആരാണെന്ന് നന്നായി അത് മനസ്സിലായതിന് ശേഷമാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ സകല ബലഹീനതകളും നിങ്ങളെക്കാൾ അറിഞ്ഞിട്ട് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകളും കുറവുകളും നിങ്ങളെക്കാൾ നന്നായിട്ട് മനസ്സിലാക്കി എന്നിട്ടാണ് ദൈവം നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്തത്. അവിടെ ഒന്നും കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള നമ്മെ അല്ല ദൈവം നോക്കിയത്. ദൈവം നോക്കിയത് തന്നെ തന്നെയാണ്. ഈ കുറവുകളും ഈ ബലഹീനതകളുമുള്ള ഈ പൈതലിനെ, അല്ല ഈ വ്യക്തിയെ ദീർഘക്ഷമയോടെ മഹാദയോടെ സ്നേഹത്തോടെ നടത്തുവാൻ, അന്ത്യം വരെ നടത്തുവാൻ, പദ്ധതിയിലെത്തിക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ള സ്വന്തം കോൺഫിഡൻസിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതെന്ന് ആ ദൈവവചനം പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ സുരക്ഷിതരാണ്, മറന്നുപോകരുത്. നമ്മൾ ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ്.
അപ്പോൾ കർത്താവ് ഇസ്രായേലിനോട് പറയുന്നു, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഇല്ല. ഹെബ്രായ ലേഖൻ ഇപ്രകാരം ആ വാക്യം കടമെടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അവിടെ ഈ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു കവനന്റ് ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? ഇസ്രായേൽ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തു, കവനന്റ് ചെയ്തു. എന്നിട്ട് ഇസ്രായേൽ തെറ്റിപ്പോയി. ആ ഉടമ്പടിയിൽ നിന്ന് അവൻ പിന്മാറി. അവൻ മറ്റ് ദൈവങ്ങളെ സേവിച്ചു. അവൻ്റെ ഭക്തി കുറഞ്ഞുപോയി. പക്ഷെ ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നീ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും യഹോവയായി ഞാൻ മാറാത്തവൻ. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ഞാൻ നിന്നെ വീണ്ടും സ്നേഹിക്കും. നീ ഏറ്റു പറഞ്ഞാൽ ഞാൻ വീണ്ടും നിനക്ക് അവസരം തരും. പ്രൈസ് ഗോഡ്. ഇപ്പൊ നിലപാടുകൾ മാറ്റാത്തൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട് കേട്ടോ. താൻ അന്ന് പറഞ്ഞതാണ് ഇന്നും പറയുന്നത്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തോത്രം. എന്ത് മനോഹരമായൊരു തിരിച്ചറിവാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. നാം സുരക്ഷിതരാണ്. എന്തുകൊണ്ട്? സർവശക്തനായ ദൈവം നമ്മോട് വിശ്വസ്തനായതുകൊണ്ട്. ഇവിടെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നമുക്ക് വാഗ്ദത്തം തരുന്ന ദൈവം വീണ്ടും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ദൈവത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നു. അവിടുന്ന് നമുക്ക് യുദ്ധായുധങ്ങൾ നമ്മെ ധരിപ്പിക്കുന്നു. സ്തോത്രം. എഫെസ്യ ലേഖനം 6-ാം അധ്യായ പ്രകാരം പറഞ്ഞാൽ സർവായുധ വർഗം ധരിപ്പിക്കുക ദൈവം നമുക്ക്. സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞാൽ പൈശാചികമായ സകലത്തിൽ നിന്നും, സകല തന്ത്രങ്ങളിൽ നിന്നും, മാനുഷികമായ സകല ഉപായങ്ങളിൽ നിന്നും ഒക്കെ വിടുവിക്കേണ്ടതിന് ഇന്ന് നാം ചിന്തിക്കുന്ന ഈ തിരുവചന ഭാഗത്തിൻ്റെ രത്നചുരുക്കമായി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ സുരക്ഷിതരാണ്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയുടെ തണലിലാണ്. സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവ് പിതാവുമേ, ഞങ്ങൾ എത്രത്തോളം ദൈവകൃപയിൽ സുരക്ഷിതരാണെന്ന് ഞങ്ങൾ അറിയുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വലിയ വീണ്ടെടുപ്പ് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മനുഷ്യനാകട്ടെ, പൈശാചിക തലങ്ങൾക്കാകട്ടെ, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദൂതന്മാർക്കോ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്ന് ഒരിക്കലും ഞങ്ങളെ അടർത്തിക്കളയുവാൻ കഴിയാത്തതുപോലെ ഞങ്ങളെ സുരക്ഷിതരാക്കിയ ഞങ്ങളുടെ സ്നേഹത്തിനായ സ്തോത്രം. ഞങ്ങളിവിടുത്തെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ്റെ കരങ്ങളിൽ തരുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ.